കഴിഞ്ഞ മ്യൂസിക് വീഡിയോ കഴിഞ്ഞത് 2 ആഴ്ച മുമ്പ്. എടാ നീ നാളെ ഫ്രെഡിന്റെ അവിടെ വരെ പോണം. ഫ്രെഡിന്റെ അവിടെ നടക്കൂല. എടാ സാരിക്കുന്ന കുറച്ച് കാസറ്റ് കൊണ്ടെടുക്കാനാണ്. ഫ്രെഡിയുടെ അടുത്തുനിന്ന് ഓരോ മ്യൂസിക് വീഡിയോ വരുമ്പോഴും ക്രിസ്പിൻ പ്രോപ്സ് എടുക്കാറ്. ഫ്രെഡി ക്രിസ്പിൻ്റെ റെൻ്റ് ഒന്നും ചോദിക്കാറില്ല. ഈ എന്താണ് ഈ തപ്പിക്കൊണ്ടിരിക്കണത്? എടാ പേഴ്സ് കാണാനില്ല. നീ ഒറ്റയ്ക്ക് പോണ്ട, ആഷ്ലിനും കൂട്ടിക്കോ. എടാ എനിക്ക് നാളെ ഒരു ഓഡിഷൻ ഉണ്ട്. അതെപ്പോഴാ? വൈകിട്ട്. നീ രാവിലെ കൊണ്ടുകൊടുത്തിട്ട് പോക്കോ. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, പക്ഷെ ജീവിക്കാൻ പൈസ വേണം. പൈസ ഇല്ലെങ്കിൽ ജീവിക്കണം. ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യണം, ഇഷ്ടമുള്ള ജോലിയും ചെയ്യണം. ഒന്നും മിണ്ടാതിരിക്കണം, പക്ഷെ എന്തെങ്കിലുമൊക്കെ മിണ്ടേ വേണം. എല്ലാത്തിനും റെസ്പെക്ട് ഉണ്ട്. നോ പെയിൻ നോ ഗെയിൻ എന്നല്ലേ ക്രിസ്പി? 500 കൊടുത്താൽ 12,000 ഇങ്ങോട്ട് കിട്ടും. അതും വിത്തിൻ 4 days. 3 മാസത്തേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യം ഉണ്ടാവില്ല. കഴിഞ്ഞ മാസം തന്നെ 30,000 രൂപയാണ് ഉണ്ടാക്കിയത്. അത് പരിപാടി ഒന്നും നിർത്തിയില്ലേ? എടാ ഇതല്ല ക്രിസ്പി. ക്രിസ്പി 500 ഇങ്ങോട്ട് ഇട്ടേ. പോണത് 500 ആണെങ്കിലും കയ്യിലോട്ട് വരുന്ന 10,000 ആണ്. ഇന്നത്തെ നഷ്ടം ആലോചിച്ചൊന്നും ഇരിക്കരുത്. കയ്യിലോട്ട് വരുന്നത് 10K ആണ്. 10K എന്താടി ഇത്? സംഭവമായപ്പോഴൊക്കെ തന്നെ തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ 3 മാസത്തേക്ക് നമ്മൾ സേഫാണ്. 6 മാസം കഴിഞ്ഞാൽ ക്രിസ്പിൻ്റെ ഒപ്പം ഈ പണി നിർത്തണം. എനിക്കിപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ചെയ്യാൻ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കണം. ഒരു കാര്യം ഡീലേ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്തൂടെ? രമേശേട്ടൻ എന്നെ വിളിച്ച് കൊണക്കണ്ടല്ലോ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാണ്? അയാൾ പറഞ്ഞോണ്ടിരിക്കാണ്. അതാണ് നിന്നെ വിളിക്കാൻ പറഞ്ഞത്. പിന്നെ എന്തിനാടാ നീ ഒക്കെ? എനിക്ക് ഡീലേ ചെയ്യാനാണ് നിന്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇവിടെ. ഇത് മര്യാദക്കാണെങ്കിൽ നിന്ന് പോവാ, അല്ലെങ്കിൽ നടക്കൂല കേട്ടോ. നീ എന്താ ഇവിടെ കിടന്ന് തപ്പണേ? ഞാൻ ഇവിടെ തപ്പാനാണ്. റൂമിൽ തപ്പിയോ? തപ്പി. റൂമിൽ എങ്ങോട്ടാ പോയെ? സ്കേറ്റ് പാർക്ക്. എന്നാ അവിടെ തപ്പടാ. പോവാ കൊടുക്കാ തിരിച്ചു പോരാ. പക്ഷേ ക്രിസ്പിൻ ഇടക്കിടക്ക് പറയും ഒന്നും ചെയ്യാനില്ലെങ്കിൽ ഒന്നും ചെയ്യല്ലേന്ന്. ഒന്നും ചെയ്യാനില്ലെങ്കിൽ ഒന്നും ചെയ്യല്ലേന്ന്. മനസ്സിലായോ? എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു വർക്ക് നടക്കുന്നുണ്ട്, അവന് അതിന്റെ ഓട്ടത്തില. വർക്കൊക്കെ ഉണ്ടല്ലേ? ഹായ് ആഷ്ലി. റെഡി. എവിടെ സ്ഥലം? ഇവിടൊക്കെ തന്നെ. എന്താ പരിപാടി? ഇതൊക്കെ തന്നെ ഇങ്ങോട്ട് വിട്ടത്ത് ഇങ്ങനെ ആർട്ട് അസിസ്റ്റന്റ്. ക്രിസ്പിന്റെ. ആ, നിന്റെ ആക്ടിംഗ് ഒക്കെ എവിടെ വരെ? ആ, ഓഡിഷൻസ് ഒക്കെ ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. മുംബൈയിൽ വല്ല നോക്കിക്കൂടെ? ഇവിടെ ഒരു ബ്രേക്ക് ത്രൂ കിട്ടി കഴിഞ്ഞാൽ അത് തന്നെയല്ലേ നല്ലത്. എന്നാലും ബോളിവുഡ് ഒക്കെ അവിടെ അല്ലേ? ഇപ്പൊ പറയും സ്കോപ്പ് ഈസ് റിയലി ബിഗ് എന്ന്. സ്കോപ്പ് ഈസ് റിയലി ബിഗ്. കുടിക്കാൻ എന്താണ്? ടീ ഓർ കോഫി? ഇല്ല വേണ്ട.
എന്നാ കഴിച്ചിട്ട് പോ. ഇല്ല ഇപ്പൊ ഇറങ്ങണം. ക്രിസ്പിന് ഒറ്റക്ക. അന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ എന്തേ? അത് ഇറങ്ങുമെന്ന് തോന്നണില്ല. ഷൂട്ട് ചെയ്യേണ്ട എത്ര നാളായി? ഒരു 2 weeks ആയി കാണും. 2 weeks. കൊണ്ടുപോയ സാധനം തിരികെ തരാൻ പഠിക്കണം. എന്താ ഫ്രെഡി? ഷൂട്ടിങ്ങിന് കൊണ്ടുപോയ സാധനം മിസ്സിംഗ് ആണ്. എടുത്തെല്ലാം റിട്ടേൺ ആക്കിയതാണല്ലോ. നോ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കും. അല്ല ഇവിടുന്ന് എടുത്തെല്ലാം ഒരു ബോക്സിലാക്കി റിട്ടേൺ ചെയ്താ കിട്ടിയില്ല. അതിലൊരു ഐറ്റം മിസ്സിംഗ് ആണ്. ഫ്രെഡി ഏത് ഐറ്റം? It's something personal. ഇത്ര കേരള ക്രിസ്പി. ക്രിസ്പിനല്ല, ബെക്കിയാണ് അന്ന് സാധനങ്ങൾ കൊണ്ടുപോയത്. ക്രിസ്പിൻ അറിഞ്ഞാൽ ഞങ്ങളെ കൊല്ലും. കാരണം ക്രിസ്പിന്റെ കസിനാ ഫ്രെഡി. അറിയാവുന്ന ബന്ധങ്ങളിൽ നിന്ന് വർക്ക് എടുക്കരുതെന്ന് എന്നോട് ആരോ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതേ അത് നമുക്കറിയാവുന്ന ബന്ധമാണ്. പക്ഷെ അവരെറിഞ്ഞു തരുന്ന വള്ളികൾ നമുക്കറിയാത്തതായിരിക്കും. നമ്മളത് അറിയാതെ കയറി പിടിക്കും. അതുവരെ നല്ല സമയമെടുക്കും. റെഡിയുടെ ഐറ്റിനെ എവിടെ നിന്ന് കണ്ടുപിടിക്കാനാ? പറഞ്ഞ പോലെ എൻ്റെ പേഴ്സും കണ്ടുപിടിക്കണം. എടേ ഫ്രെഡി എന്തിനാ വിളിച്ചോണ്ടിരിക്കുന്നേ? എന്താണ് കാണാണ്ടുപോയത്? സംതിങ് പേഴ്സണൽ. സംതിങ് പേഴ്സണൽ എന്ന് ഇതാണ് കാണാതായത്. ഫ്രെഡിയുടെ ഗേൾഫ്രണ്ട് ഗിഫ്റ്റ് കൊടുത്തതാ. എടാ നീയൊക്കെ അതുകൊണ്ട് കളഞ്ഞാ? കളഞ്ഞല്ല, പോയതാ. എടാ നീയൊക്കെ ഷൂട്ടിന്റെ സമയത്ത് എവിടെ പോയി കിടക്കായിരുന്നടാ? എടാ നീയൊക്കെ എന്താ വിചാരിച്ചേ അയാളെ ഉമ്മ വയ്ക്കാൻ വിളിക്കുന്ന? എടാ അയാളൊരു ജീവിയാടാ. അയാളെ ചെറുപ്പത്തിലൊക്കെ പിടിച്ച് കടിച്ചിട്ടുണ്ട്. നിനക്കൊന്ന് പറഞ്ഞാ മനസ്സിലാവില്ല റയാന. നീ ആശ്ലി, നീ നിനക്കൊന്നും തോന്നുന്നുണ്ട്? ഫ്രെഡി ഒരു ക്യാപ്പല്ലേ ഫ്രെഡി? ഞാനത് തിക്കാം. എനിക്ക് വൈകിട്ട് ഒരു സമയം തായോ? എന്താ ഒരു വീഡിയോ കൂടെ എടുത്താടാ. ഒറ്റ വീഡിയോ എടുക്ക്, ജസ്റ്റ് എടുത്താൽ മതി. ഇങ്ങനെയല്ല ഞാൻ പറയാം. നീ 360 ഇറങ്ങും. 360 ഇങ്ങനെ കറങ്ങി എൻ്റെ അടുത്തോട്ട് വന്നിട്ട് ബ്രീത്തിങ് കൊടുക്കണം. ബ്രീത്ത് ഇൻ മനസ്സിലായോ? നിന്റെ അടുത്ത് എന്താണ് പറഞ്ഞ? അവിടെ ബ്രീത്തിന് ഉണ്ടാക്കാനല്ല ഇവിടെ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. കൊറേ പേരെ സെറ്റ് ചെയ്ത് തന്നില്ലടാ ഒരുമാതിരി. ഹായ്. ഹായ്. കൂൾ സ്കേറ്റിംഗ്. ആക്ച്വലി ഇന്നലെ ഉണ്ടായിരുന്നോ? നോ വൈ. എന്റെ വാലറ്റ് മിസ്സായി. ഇവിടെ എവിടെയെങ്കിലും കണ്ടോന്ന് അറിയാൻ ചോദിച്ചാ. അല്ല ഞാൻ പറഞ്ഞില്ല, തിരക്കിലായി പോയി. അതുകൊണ്ടാണ് കോൾ എടുക്കാൻ പറ്റായിരുന്നത്. ഓഫീസിലാരും ഇല്ല. We'll do one thing. If you give me a number, I'll let you know. Yeah, sure. 7356308888. Okay. വൈകിട്ട് എത്തിയ പ്രോമിസ്. ഫ്രെഡി പ്രോമിസ്. പ്രോമിസ്. എടാ ഫ്രെഡി ആകെ മൂഡ് ഓഫ് ആണ്. നിങ്ങൾ എവിടെയെങ്കിലും പോയി ആ സാധനം എടുത്തോ. എവിടെ പോയി തപ്പനതൊക്കെ? നിങ്ങൾ ഷൂട്ടിലുണ്ടായി ആരെങ്കിലും ഒക്കെ വിളിച്ചോക്ക്. ഞാൻ അവിടെ കൊണ്ടുവച്ചതാണല്ലോ.
ക്രിസ്പിനെ പോരൂ. സീ ബ്രോ, ഇത്ര ഇത് വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു സാധനം ചെയ്താൽ മതി. പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, അതിൽ കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല. പറഞ്ഞു കൊടുക്കടാ. ഇങ്ങനെ കാണിക്കണ്ട. ഇങ്ങനെ കാണിച്ചാൽ മതി. കൂടുതൽ ഇളക്കി മറിക്കണ്ട. പറഞ്ഞു കൊടുക്ക. And action! ഞാൻ പറഞ്ഞില്ലേ, ആ ലെഫ്റ്റ് റൈറ്റ് ആ ഒരു സാധനം മാത്രം മതി. തലയുടെ വെള്ളം രണ്ട് ചെവി ഉണ്ടല്ലോ. തനിക്ക് ഞാൻ പറയണത് മനസ്സിലാവണല്ലോ. ഈ ആർട്ടൊക്കെ എന്താണ് ഇങ്ങനെ? എവിടെ ആർട്ടി? ക്രിസ്പേ, റയാൻ, ഐ എം 22. കറൻ്റ്ലി ഞാൻ ആർട്ട് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ബട്ട് ആക്ടിംഗ് ആണ് എൻ്റെ പാഷൻ. ആൻഡ് ദീസ് ആർ മൈ പ്രൊഫൈൽസ്. കഴിഞ്ഞ മ്യൂസിക് വീഡിയോ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരു ദിവസം എങ്ങനെ തീർക്കണം എന്നുള്ളത് നമ്മുടെ പ്ലാനാണ്. വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ച് തീർക്കാം, അല്ലെങ്കിൽ വീട്ടിൽ പോയി കിടന്നുറങ്ങാം, അല്ലെ രാത്രി വരെ പണിയെടുത്ത് ആ ദിവസം മൊത്തം തീർക്കാം. എല്ലാം നമ്മുടെ പ്ലാനാണ്. ഓക്കെ റയാൻ, നമ്മളിപ്പോൾ ഡയലോഗ്സ് തരാം. അതിന്റെ സാമ്പിൾസ് ഒന്ന് റെഡി ആവോ? യാ, ആ, എന്നാ സ്റ്റാർട്ട് ചെയ്തോ. പത്ത് ഡേക്ക് കഴിഞ്ഞപ്പോൾ ഡയറക്ടറിന് ഒരു പ്ലാൻ തോന്നി. സ്ലൈനെ പിടിച്ചൊന്ന് പൊട്ടിച്ചാലോ. പക്ഷേ പുള്ളി ഒരു കാര്യം മറന്നുപോയി. ബെക്കിയും സ്ലൈയും ഒരുമിച്ചായിരുന്നു തായ്ക്കൊണ്ട ഓടിച്ചത്. കഴിഞ്ഞ ഷൂട്ടിന് കുറച്ച് സാധനങ്ങൾ തിരിച്ചേൽപ്പിക്കാൻ തന്നില്ലേ? കൊടുത്തു തരണം. ആർക്കേഡ് ഫ്ലാഷ്, ആ 3C, വൺ മിസ്റ്റർ ഫ്രെഡി. ആ ഞാൻ അവിടെ പോയതായിരുന്നു. ബോക്സ് അത് എടുത്ത് വെച്ചു, എന്നിട്ട് ബെല്ലടിച്ച്. അകത്താരും മിക്സി അടിക്കണം ഒച്ചയായിട്ട്. അത് കോളിംഗ് ബെല്ലിന്റെ നേരത്തെ ഞാൻ ഒന്നുകൂടി നിൽക്കി. ആരോ അതില്ലാന്ന് തോന്നുന്നു. പക്ഷെ അകത്താരാ മിക്സി അടിക്കണേ? ഈ പുള്ളി കുളിക്കാവെല്ലാം കയറിയെന്ന് ഞാൻ വിചാരിച്ചത്. ബോക്സ് അവിടെ വെച്ചിട്ട് ഇറങ്ങി. സാധനം പോയി കൺഫേം. പൊട്ട ബോക്സ് കിട്ടി, അതിലൊരു ഐറ്റം മാത്രം മിസ്സിങ്. നമുക്കൊരു പുതിയ ഐറ്റം ഗിഫ്റ്റ് ചെയ്താൽ മതി. സംതിങ് പേഴ്സണൽ.
തൊപ്പിയുടെ കാര്യം എന്തായി? റയനാൽ കിട്ടില്ലെങ്കിൽ ഫ്രണ്ടിന്റെ അവിടെ പോയി സാധനം എടുക്കലോ നടക്കില്ല കേട്ടാ. എടാ നീ വിചാരിക്കുന്ന പോലെയല്ല, ഇനി എല്ലാ പ്രോപ്പർട്ടിക്കും പൈസ കൊടുക്കേണ്ടി വരും. ഇങ്ങനത്തെ പരിപാടിക്കാണെങ്കിൽ നീ നിൽക്കാൻ നിൽക്കില്ല കേട്ടാ. നീ അവിടെ നിൽക്ക്, ഞാൻ പുറത്തുണ്ട്. യോ മാൻ ക്രിസ്പി, എന്താണ് പരിപാടി? പെയിന്റ് അടിയാ? പെയിന്റ് അടിയോ? അല്ലേ പെയിന്റ് അടി അല്ലേ? ഞാൻ ചെറിയ വർക്കൊക്കെ ചെയ്ത് നടന്നാ മതിയാ. കുറച്ച് വലിയ ഗെയിംസ് ഒക്കെ പിടിക്കണ്ട നമുക്ക്. ഇല്ല വെച്ചാനെ, കമ്പനിയാരുടെ ഒരു വർക്കാണ്. ആണല്ലേ? എന്തായാലും കഴിഞ്ഞ വർക്ക് മുമ്പി, പക്ഷെ അടുത്തത് MC-ന്റെ വർക്കാണ്. ബിഗ് ട്രാക്ക്, ബിഗ് മണി. പിന്നോ സർക്കസ് ആണ് സെറ്റ് ഇടാൻ പോണ നമ്മള്. സർക്കസ്. ഫ്രെഡി ക്രിസ്പിനെ കുറേ തവണ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ വോയിസ് മെസ്സേജ് അയക്കാൻ തുടങ്ങി. അതിനും റിപ്ലൈ ഇല്ലാതായപ്പോൾ നിർത്തി. അതിലവസാനത്തെ വോയിസ് നോട്ട്. എടാ മോനെ ക്രിസ്പി, നിനക്കൊക്കെ ഒരു ഹാബിറ്റ്, ബാഡ് ഹാബിറ്റാ. മ്യൂസിക് വീഡിയോ ഓണായ നിന്റെ അസിസ്റ്റൻസ് എൻ്റെ വീട്ടിൽ വരും. അവന്മാർക്ക് മുമ്പ് ഒരു വടാപ്പാവ് കിട്ടുമെന്നുള്ള അറിയില്ല. അതോട് എൻ്റെ തൊപ്പി എവിടെയെന്ന് വെച്ചിട്ട് പോലും അവന്മാർക്ക് അറിയില്ല. ഞാൻ നാളെ പോലീസിനെ അമ്മേണ്ടി. നിന്റെ അസിസ്റ്റൻസ് എൻ്റെ വീട്ടിൽ വന്ന പോലെ നാളെ കോപ്സ് നിന്റെ വീട്ടിലും വരും. ക്രിസ്പി, വേഗ തൊപ്പി എനിക്ക് തിരിച്ചു തന്നു ക്രിസ്പി മോനെ. പിന്നെ കണ്ട ടൂർ ആയാലും ആ ഫ്രീ ആകുമ്പോൾ ഇറങ്ങി. ഒരു കാര്യം നടന്നാൽ അത് കഴിഞ്ഞ് എന്താ നടക്കാൻ പോകുന്നതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും. ഒരു മ്യൂസിക് വീഡിയോ ഓണായ 2 ആഴ്ച കഴിഞ്ഞാൽ പോലീസ് വീട്ടിലേക്ക് വരും. ഒരു തൊപ്പി കാണാതായ പേഴ്സും കാണാതാവും. പോയതൊന്നും തിരിച്ചു പിടിക്കുന്നത് സാധ്യമാണോ എന്ന് എനിക്കറിയില്ല. യുദ്ധങ്ങൾ എപ്പോഴും അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ആശ്രയിക്കാനുണ്ടായ കുന്നിൻ മുകളിലെ കെട്ടിടം തകർന്നു. കണ്ടു വളർന്നതെല്ലാം ബാക്കിയില്ലാതെ ചാരമായി. അതെ, ഞാൻ തോറ്റു. ജയിച്ചവരെന്ത് നേടി? താങ്ക് യു. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മനസ്സിലാവോ? If it's too personal, he might. But maximum set ചെയ്യാം. ഐഡിയാസിന് ക്ഷാമുണ്ടെങ്കിൽ അല്ല, നമുക്ക് സർക്കസ് തന്നെ തീം പിടിക്കാം. എന്നിട്ട് ഒരു മൾട്ടി കളർ കോർ വെച്ചിട്ട് ഒരു ടെൻ്റൊക്കെ പിടിക്കും. ഒരു കോൺ ഷേപ്പിൽ ടെൻറ്റ് പിടിക്കുക. അപ്പം തന്നെ സർക്കസ് മൂടാവില്ലേ? എന്നിട്ട് താഴെ ഒരു ഗ്രീൻ ഫ്ലോറിങ് ഇട്ട് MC-നെ അതിൻ്റെ സെൻട്രൽ സ്പോട്ട്. ഈ ആർട്ട് എന്ന് പറയുന്നത് വെറുതെ സ്പേസ് കുത്തി ഇറക്കലല്ല. അതിൻ്റെ അപ്പുറം നമുക്ക് എന്തെങ്കിലുമൊക്കെ കൺവേ ചെയ്യാണ്ടായിരിക്കണം, എക്സ്പ്രസ് ചെയ്യാണ്ടായിരിക്കണം. മനസ്സിലായ? ചുറ്റിനും ആട് വെച്ചാലാ? ചുറ്റിന് ആട് വെച്ചിട്ട് തൊഴുത്ത ഇത് ഓക്കെ. Okay. Okay. ഞാൻ MC ആയതുകൊണ്ട് എന്തെങ്കിലും ഡിഫറെന്റ് ആയിക്കോട്ടെ പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ എന്തിനാണ് ചുമ്മാ എനിക്കെന്താ. You guys still like him? Yes. എന്താ? Why not? Of
Isn't he way too mainstream? Powdered ആയില്ലേ? എന്തോർത്താ ആൽക്കഹോളി ലേറ്റർ കേട്ടിട്ടുണ്ടോ? അതിറങ്ങിയിട്ട് കഴിഞ്ഞ ആഴ്ചയിലേ ഉള്ളൂ. അതെങ്ങനെ ഔട്ട്ഡേറ്റഡാ? പറ പറ. ഉത്തരവില്ല. കേട്ടിട്ടുണ്ടാവില്ല. ഹലോ, ആ ഇതാരാ? ആ ആ മനസ്സിലായി. ആ കിട്ടിയോ? ആണോ? അവിടെ ഉണ്ടോ? വെയിറ്റ് ഞാനൊരു 10 മിനിറ്റ്, ഞാൻ അടുത്ത് തന്നെ ഉണ്ടേ. വെയിറ്റ്. നീ എവിടെ പോണു? ഇതെവിടെ നീട്ടി? Someone kept in the office, I guess. എല്ലാ ദിവസവും വരാറുണ്ട് ഇവിടെ? Twice a week ഒക്കെ. പ്രാക്ടീസ് തുടങ്ങിയിട്ട് എത്ര ആളായി? 2-3 മാസം. ആ കണ്ടാ പറയില്ല കേട്ടോ. ട്രൈ ചെയ്തിട്ടുണ്ടോ സ്കേറ്റിംഗ് ഇതിന് മുന്നേ? ഇല്ല, ഞാൻ മുന്നേ ബോർഡ് എടുത്ത് ഇറങ്ങി മുന്നൂത്തി വീണ്, പിന്നെ ഞാൻ വിട്ടത്. ഓ, എന്തായാലും ഇൻജോർഡ് ആവാതെ പഠിക്കാൻ പറ്റില്ല. ആൻഡ് ലൈക്ക് ഒന്ന് ടാക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ it'll be fine. Like I'm not forcing you to do it or something, but then ക്രിസ്പിൻ പറഞ്ഞത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഒന്നും ചെയ്യാനില്ലെങ്കിൽ ഒന്നും ചെയ്യല്ലേ. അവനൊന്നും ചെയ്യല്ലേ എന്നല്ല പറഞ്ഞത്. ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് പറ്റുന്നത്ര നന്നായി ചെയ്യണം. പക്ഷെ പേഴ്സ് കാണാതായ തൊപ്പി തപ്പാൻ പോയിട്ട് കാര്യമില്ല. ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ജോലി ചെയ്തിട്ട് കാര്യമില്ല. ഇഷ്ടമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ള പോലെ കാണിക്കരുത്. ചിലയിടത്തൊന്നും നടക്കില്ല, അവിടെ ഒന്നും നടക്കാതിരിക്കുന്നതന്നെ നല്ലത്. മനസ്സിലായോ? എനിക്ക് മനസ്സിലായിട്ടില്ല. നിന്റെ അടുത്ത് എന്താണ് പറഞ്ഞ? അവിടെ ബ്രീത്തിന് ഉണ്ടാക്കാനല്ല ഇവിടെ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. കുറേ പേര് സെറ്റ് ചെയ്ത് തന്നില്ലടാ. ഒരുമാതിരി